മെയിൻലി ഭക്ഷണത്തെ കുറിച്ചുള്ള റിവ്യൂസ് എഴുതലാണ് കൂടുതൽ. പിന്നെ വീഡിയോസ് ചെയ്യാറുണ്ട്. ചെറിയ ചെറിയ ഹോട്ടലുകൾ പരിചയപ്പെടുത്തുക, അതിനെ കണക്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എഴുതുക, അങ്ങനെയാണ് പോവാറ്. നമ്മുടെ ഈ നല്ല കാശ് പിടിച്ചിട്ടാണോ അതോ ഇല്ലന്നേ? ഇല്ലയോ? കാശ് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പാടാന്നു. അങ്ങനെയല്ല, നമ്മളൊരു എത്തിക്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? പിന്നെ ഉണ്ട് സത്യമായിട്ടുണ്ട്. അല്ല, സോഷ്യൽ മീഡിയയിൽ ഉണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. കാരണം എന്താ അറിയോ, ഇതിനകത്ത് നമ്മൾ കണ്ട പല ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം വീഡിയോ ഉണ്ടാക്കുന്നതിന് അവരുടെ നിന്ന് കാശ് പിടിക്കുന്നു, പിന്നെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ട് അതിൽ കിട്ടുന്ന വരുമാനത്തിന്റെ ഷെയർ വാങ്ങിക്കുന്നു. അല്ല, അതില് ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യണമെന്നല്ല. ഇപ്പം ഞാൻ ഒരു വിധം ചെയ്യുന്നത് ചെറിയ ചെറിയ ചായക്കടകൾ, അതാണ് പരിചയപ്പെടുത്താറ്. എൻ്റെ വീഡിയോകളിലാണെങ്കിലും എൻ്റെ റിവ്യൂസിലാണെങ്കിലും കൂടുതൽ ചെയ്യാറ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അവരൊന്ന് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്നുള്ള മഹാമനസ്കത എന്നാണ്. അത് കൂടുതൽ ആളുകളോട് എത്തിക്കുക എന്നുള്ള ഒരു മഹാമനസ്കത. ഒരു നല്ല ഭക്ഷണം ഒരിടത്ത് കണ്ടു കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകളോട് എത്തിക്കാനായിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നു ഈ നാടൻ കടകൾ അങ്ങ് അതാണ് പരിചയപ്പെടുന്ന നല്ലതാ. അങ്ങ് ഇത്രയും കാലം ചെയ്തില്ല ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ പൂട്ടടിക്കാവുന്ന കട ഏതാ ഇവിടെ പറയുകയാണെങ്കിൽ? ഇവിടെ അല്ല, കേരളത്തിൽ എവിടെയായാലും ചെറിയ ചെറിയ കടകൾ. ഉദാഹരണം ഒരു കടയെ പറയാവൂ. ഒരുപാട് കട പറഞ്ഞാൽ നമ്മുടെ പരസ്യക്കട കൂട്ടി പോകും. ഫോർട്ട് കൊച്ചി പോകുമ്പോ വാട്ടർ മെട്രോ സ്റ്റേഷന്റെ നേരെ മുന്നില് ഒരു ചെറിയൊരു തട്ടുകടയുണ്ട്. അപ്പോൾ അവിടെ കാലത്ത് ഒരു 4 മണിക്ക് ചെന്ന് കഴിഞ്ഞാല് നല്ല സവാള വടയും മട്ടൻ കറിയും കിട്ടും. സവാള വടയും മട്ടൻ കോമ്പിനേഷൻ ശരിയാണോ? കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഗംഭീര ടേസ്റ്റ് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. 4 മണിക്ക് തുറക്കും അത്? 4 മണിക്ക് അടപ്പില്ലേ? അത് 4 മണിക്ക് തുറക്കും. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും അത് കഴിഞ്ഞ് ബീഫ് കിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതും ടേസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് ഒരു വ്യത്യാസമുള്ള അത്യാവശ്യം തിരക്കുണ്ടോ അവിടെ? അല്ലെ, കുറച്ച് തിരക്ക് കൂടട്ടെ. അതിന്റെ ക്രെഡിറ്റ് അങ്ങ് അടിച്ചോളൂ, എന്റെ ഷെയർ അടിച്ചോണ്ട് പോയി. ഉറപ്പായിട്ടും. ഓക്കെ, നമ്മുടെ ചുവന്ന മണ്ണിലേക്ക് ഒന്ന് പോവാം. ജോബി, താങ്കൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാന് ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. എന്നാലും പുറത്ത് പറയാൻ കൊള്ളാത്ത ജോലി പറഞ്ഞു. അല്ല, എല്ലാ ജോലിയും പുറത്ത് പറയാൻ കൊള്ളാം. ചാല് വൃത്തിയാക്കാൻ, കരിങ്കല് പണി, കുരുമുളക് പറിക്കാൻ, ടൈൽസിന്റെ പണി എല്ലാം ചെയ്തിട്ടുണ്ട്. ബസ്സിലെ കണ്ടക്ടർ, ക്ലീനർ ആയിട്ട്. അവസാനം വന്ന് നിൽക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു. അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ ഓട്ടോറിക്ഷ ഉണ്ട്. അതൊരു 10-15 കൊല്ലമായിട്ട് ഒരു ടൗണിൽ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇടയ്ക്കും തലയ്ക്ക് പോകാൻ പറ്റുള്ള യാത്രയും വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയ കാരണം സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള സജീവമാണ്. നന്നായി പോണു, ദൈവം അനുഗ്രഹിച്ച്. ഒരുപാട് ഞാനിപ്പോ വീഡിയോസുകളാണ് കൂടുതൽ ഇട്ടോണ്ടിരിക്കുന്നത്. അതെല്ലാം പോവും, എല്ലാ ടൈപ്പ് സാധനം കടന്നു പോകുന്നത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഭേദമായിട്ട് പോകുന്നത് എന്ത് ടൈപ്പ് വീഡിയോസ് ആണ്? അത് അങ്ങനെയൊന്നും ഇപ്പോഴത്തെ കാലത്ത് പറയാൻ പറ്റില്ല. ഏത് ഇട്ടാലും അത് ജനങ്ങൾ കാണുക, അത് ഇഷ്ടപ്പെടുക. അല്ല, അത് ആൾക്കാർ ഇടാനൊരു തന്ത്രം വേണോ? ഇപ്പൊ എല്ലാം ഇട്ടാ പോകുന്നുണ്ടെങ്കിൽ പിന്നെ എളുപ്പമല്ലേ? ഇല്ല, ഇട്ടിട്ട് കയറുന്നില്ലല്ലോ. കേറും. അത് സോഷ്യൽ മീഡിയ ഒക്കെ പണ്ടത്തെ പോലെ അത് കയറ്റിറക്കുന്നുണ്ട്. അതൊരു കടലിന്റെ അവസ്ഥ പോലെ തന്നെയാണ്. അതിനകത്ത് നിങ്ങൾ ഈ വീഡിയോ ഇടുന്ന ഈ തംബ്നെയിൽ ഉണ്ടല്ലോ, ടൈറ്റിൽ, ആ സാധനത്തിന്റെ കാച്ചിങ്ങിലാണോ? അതൊക്കെ നന്നായി കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഹൃദയം പൊട്ടി മരിക്കും. അതെ. അല്ല, ഇപ്പൊ മരിക്കുന്നുള്ള വാക്കൊന്നും ഇപ്പൊ ഇടാൻ പാടില്ല. അവിടെയും പ്രശ്നമുണ്ട്. ആ മരി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു കുത്തിടണം, അല്ലെങ്കിൽ ഒരു പ്ലസ് ഇടണം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ കാണാൻ വേറെ ആൾക്കാരുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പിടിക്കും അല്ലേ? ഭയങ്കര പ്രശ്നം. പല ആൾക്കാരും ഈ തംബ്നെയിൽ കൊണ്ട് മാത്രം കാണുന്നുണ്ട്. അല്ലെങ്കിൽ ശ്രീയ പറയട്ടെ, ഇതേപോലെ കുത്തി നിങ്ങൾ ജീവിതത്തിൽ കണ്ടു കാണുന്നില്ല എങ്കിൽ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ യാത്രയുണ്ടോ? യാത്രകളല്ല, ഞാൻ ശരിക്കും പറഞ്ഞ സിനിമ അഭിനയം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്. പിന്നെ ഒരു കാലത്ത് എവിടെ അഭിനയിക്കാൻ, ഞാൻ തന്നെ ഡയറക്ട് ചെയ്തൊരു 15 എണ്ണം അഭിനയിക്കാൻ പോയിട്ട് ഈ മുഖം വെച്ചിട്ട് ഒരാളും ചാൻസ് തരില്ല എന്ന് മനസ്സിലായി. ഒരു കാലത്ത് പത്രം തുറക്കണത് തന്നെ അഭിനേതാക്കളെ ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അവിടെ തുടങ്ങി, എന്താ പറയാ, ഒരുപാട് സംവിധായകരെടുത്ത് 500-1000 വെച്ച് കുറെ ആൾക്കാരെ അങ്ങനെ പറ്റിച്ചുകൊണ്ട് പോയി. അവസാനം ലാസ്റ്റ് ചെറിയ ഷോർട്ട് ഫിലിമുകൾ ഞാൻ തന്നെ എടുത്തെടുത്ത് അങ്ങനെ അങ്ങോട്ട് ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് പണ്ടൊക്കെ നമ്മൾ ഈ അച്ചാറിന്റെ അടുത്ത പറമ്പിൽ പോയിട്ട് ചാമ്പയ്ക്ക് പറിക്കും, ജാതിക്ക് പറിക്കും, അതൊക്കെ അച്ചാറിടുന്ന വീഡിയോകളൊക്കെയാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് അറിയില്ലായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഇന്നിപ്പോ എന്താ പറയാ, നമുക്കിപ്പോ ആദ്യമൊക്കെ എന്റെ ഫേസ്ബുക്ക് പേജിൽ 100 ആള് കാണുന്ന സമയത്ത് ഞാൻ എന്താ പറയാ തുള്ളിച്ചാടി. അത് വീട്ടുകാരും പറയും, നാട്ടുകാരും പറയും, ഇവനെന്തോ തലയ്ക്ക് കുഴപ്പമുണ്ടെന്ന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ 20 മില്യൺ പോലും വീഡിയോ കണ്ടിട്ട് അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ മാറി അതൊക്കെ കാണാറുണ്ട് ഓരോ പേജിൽ. താങ്കളുടെ വീഡിയോയുടെ ഒക്കെ ഡ്യൂറേഷൻ എങ്ങനെയാ?
അത് ഫേസ്ബുക്ക് ആണെങ്കിൽ യൂട്യൂബ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അത് ഓരോന്നിനും ഓരോ ഇതാണ്. ഫേസ്ബുക്കിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് 20 മിനിറ്റ് ആവാം. എത്രയും സമയം കൊണ്ട് ഒരു കാര്യം പറഞ്ഞു തീർക്കുന്നത് പല തരത്തിലിടാം. അത് കണ്ടന്റിനനുസരിച്ച്. സ്വന്തമായിട്ട് പോയാണോ? ഒരു കാലത്ത് പത്രത്തിലൊന്ന് പേരെഴുതി കാണാനും അതേപോലെ തന്നെ ഏതെങ്കിലും ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് ഒന്ന് തല കാണാൻ വേണ്ടി ആഗ്രഹിച്ച ഒരാളെ ഞാൻ. അല്ല, അതായി അഭിമാനമായി. നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഭക്ഷണം വരുമാനമൊക്കെ ആയി. വരുമാനം വന്നു കഴിഞ്ഞാൽ യാത്രകൾ ചെയ്യാൻ പറ്റുന്നു, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇതൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടാക്കി തന്ന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.